ഒരിക്കൽ കുറെ മനുഷ്യർ ഒരു കെട്ടിടം പൊളിക്കുകയായിരുന്നു. പഴയ കെട്ടിടം പൊളിച്ച് പുതിയ കെട്ടിടം പണിയാൻ വേണ്ടിയുള്ള ഒരു പദ്ധതി. അതിന്റെ എഞ്ചിനീയർ അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. വഴിപോക്കനായ ഒരു മനുഷ്യൻ ഈ എഞ്ചിനീയറോട് ചോദിച്ചു, ഈ കെട്ടിടം പൊളിക്കുന്ന ആളുകളുടെ യോഗ്യത എന്താണ്, അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? എഞ്ചിനീയർ പറഞ്ഞു, ഇവർക്ക് യാതൊരു ക്വാളിഫിക്കേഷനും ഇല്ല, കെട്ടിടം പൊളിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണിവർ. എന്നാൽ കെട്ടിടം പണിയുന്നത് ഇവരല്ല. യോഗ്യതയുള്ള, വിദ്യാഭ്യാസമുള്ള, ബിൽഡിങ്ങിൽ എഞ്ചിനീയറിംഗ് ഉള്ള ആളുകളായിരിക്കും കെട്ടിടം പണിയുന്നത്. അതെ, നിശ്ചയമായിട്ടും നമ്മൾ അറിയേണ്ട ഒരു കാര്യം, പൊളിക്കാൻ ആർക്കും കഴിയും, പണിയാനാണ് ബുദ്ധിമുട്ടുള്ളത്. ജീവിതങ്ങളെ പണിയാൻ, കുടുംബങ്ങളെ പണിയാൻ അല്പം പ്രയാസകരമാണ്. ഒരുപക്ഷെ ഒരു വാക്കുമതി ഒരാളെ തകർത്ത് കളയാൻ, പൊളിച്ചു കളയാൻ. നമ്മളൊക്കെ പറയുന്ന ഓരോ വാക്കും വളരെ വിലയുള്ളതാണ്, അത് മറ്റുള്ളവരെ പണിയുന്നതാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാക്കണം. യിരെമ്യാവിനെ ദൈവം വിളിക്കുമ്പോൾ യിരെമ്യാവിനോട് പറയുന്നു, നിന്നെ ഞാൻ വിളിച്ചിരിക്കുന്നത് പൊളിക്കാനാണ്, ഒപ്പം പണിയാനുമാണ്. അതെ, ചിലതിനെ പൊളിക്കാനും ചിലതിനെ പണിയാനുമുള്ള നിയോഗം നമുക്ക് ഏറ്റെടുക്കാം. എന്നാൽ പൊളിക്കുക മാത്രമാണ് ചെയ്യുന്നതെങ്കിലോ? ചില ആളുകളുണ്ട്, കുടുംബങ്ങളെ പൊളിക്കും, വ്യക്തിബന്ധങ്ങളെ പൊളിക്കും, തലമുറകളെ പൊളിക്കും, സഭകളെ പൊളിക്കും, എവിടെ ചെന്നാലും മറ്റുള്ളവരെ പൊളിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ നാം നിശ്ചയമായിട്ടും മറ്റുള്ളവരെ പണിയുന്നവരായി തീരാൻ കഴിയുമെങ്കിൽ അതാണ് നല്ലത്. ഈ പ്രഭാതത്തിൽ നമ്മുടെ ചിന്ത അതായിരിക്കണം, മറ്റുള്ളവരെ പണിയാൻ എങ്ങനെ നമുക്ക് കഴിയും. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ളവരെ പണിയാനുള്ള സമർപ്പണം നിശ്ചയമായിട്ടും ഉണ്ടാകട്ടെ. വചനം പറയുന്നു, മനോവ്യസനം ഹേതുവായി ഒരു മനുഷ്യന്റെ മനസ്സിടിയുന്നു, ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതും പണിയുന്നതും ആയിത്തീരട്ടെ. ദൈവത്തിന്റെ വചനത്തിൽ പൗലോസ് എടുത്തു പറയുന്നു, എൻ്റെ ഉള്ളത്തെ തണുപ്പിച്ചവൻ, മനസ്സിനെ തണുപ്പിച്ചവൻ. അതും ഒരു ശുശ്രൂഷയാണ്. മറ്റുള്ളവർക്ക് തണുപ്പേകാൻ, മറ്റുള്ളവർക്ക് ശാന്തതയേകാൻ, അത് നമ്മുടെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും കഴിയുന്നത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷയാണ്. യെശയ്യാവിന്റെ പുസ്തകത്തിൽ പറയുന്നു, തളർന്നിരിക്കുന്നവരെ താങ്ങുവാൻ എനിക്ക് ദൈവം ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അപ്പം നമ്മുടെ വാക്കുകൾ, നമ്മുടെ നാവുകൾ മറ്റുള്ളവരെ താങ്ങുന്നതും തണുപ്പേകുന്നതും ആയിരിക്കട്ടെ. നാം പറഞ്ഞു വന്നത്, പൊളിക്കാനല്ല, പണിയാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ നിയോഗിച്ചിരിക്കുന്നത്. പുതിയ ചിലത് പണിയാൻ, പുതിയ ചില വ്യക്തികളെ പണിയാൻ, തകർന്നിരിക്കുന്ന കുടുംബങ്ങളെ പണിയാൻ, തകർന്നിരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ അല്പം സ്നേഹത്തിൻ്റെ സന്ദേശം നൽകാൻ കഴിയുമെന്ന് പറയാൻ, തളർന്നിരിക്കുന്നവരോട് നിങ്ങൾക്ക് ബലം കർത്താവ് തരുമെന്ന് പറയാൻ, അതിനേക്കാൾ ഉപരിയായി വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിലെ തളർച്ചയിലും ക്ഷീണത്തിലും ദൈവകരങ്ങളിലേക്ക് സ്വയം ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. പല ആളുകളും സ്വയം പൊളിക്കുന്നവരാണ്. അവരുടെ ജീവിതത്തെയും കരിയറിനെയും അവർക്കുള്ള കഴിവിനെയൊക്കെ പൊളിച്ചു കളയുന്നവർ. അത് ചിന്തകളിലായിരിക്കും, വാക്കുകളിലായിരിക്കും. അത് പാടില്ല. ദൈവം നമ്മളെ പണിയട്ടെ, നമ്മുടെ ജീവിതങ്ങളെ പണിയട്ടെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്തകളും വാക്കുകളും കർത്താവിന് പണിയാൻ അവസരം കൊടുക്കുന്നവ ആയിത്തീർന്നെങ്കിൽ ഏറ്റവും അനുഗ്രഹമാണ്. അതെ, പണിയാൻ നിശ്ചയമായിട്ടും അതിന് വൈദഗ്ധ്യമുള്ളവർ വേണം. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പൊളിഞ്ഞു കിടക്കുന്ന, ഇല്ലാതെ കിടക്കുന്ന, തകർന്നു കിടക്കുന്ന ഏതിനെയും പണിയാൻ നിശ്ചയമായിട്ടും നമുക്ക് കഴിയും. ആ ദൈവസാന്നിധ്യമാണ് നമ്മുടെ ജീവിതത്തിൽ അനുദിനം അനുഭവിക്കേണ്ടത്. ആ ദൈവസാന്നിധ്യത്തിൽ നാം യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ തകർച്ചകളെയും പൊളിഞ്ഞതിനെയും പണിയാൻ കർത്താവിന് കഴിയും. അതുകൊണ്ട് തന്നെ ഈ പ്രഭാതത്തിൽ നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, എന്നെ നീ പണിയണമേ, എൻ്റെ ജീവിതത്തെ പണിയണമേ. ഞാൻ തകർന്നു, ഞാൻ ഇല്ലാതായി, എൻ്റെ ജീവിതമാകെ നിരാശപ്പെട്ടിരിക്കുന്നു. പക്ഷേ പണിയാൻ കർത്താവിന് കഴിയും. ആ കർത്താവിൽ ആശ്രയിക്ക്, ആ കർത്താവിൽ വിശ്വസിക്ക്. അവനാണ് നമ്മുടെ കരം പിടിക്കുന്നത്. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 09880221957 എന്ന നമ്പർ ഉപയോഗിക്കുക.